റോബോട്ടിക്സ് വ്യവസായത്തിൽ ഒരു പുതിയ അധ്യായം കുറിച്ചുകൊണ്ട് ചൈനീസ് റോബോട്ടിക്സ് സ്ഥാപനമായ യൂണിറ്റെയർ റോബോട്ടിക്സ് തങ്ങളുടെ ഏറ്റവും പുതിയ ഹ്യൂമനോയിഡ് റോബോട്ടായ R1 അവതരിപ്പിച്ചു. ഏകദേശം 50 ലക്ഷം രൂപയിൽ താഴെ മാത്രം വില വരുന്ന ഈ റോബോട്ട് സമാന ഉൽപ്പന്നങ്ങൾ വികസിപ്പിക്കുന്ന മറ്റ് ആഗോള കമ്പനികൾക്ക് കൂടുതൽ വെല്ലുവിളികളാണ് ഉയർത്തുന്നത്. താങ്ങാനാവുന്ന വിലയിൽ അത്യാധുനിക സാങ്കേതിക വിദ്യ സംയോജിപ്പിച്ച് മനുഷ്യന്റെ ദൈനംദിന ജീവിതത്തിൽ റോബോട്ടുകൾക്ക് കൂടുതൽ പ്രസക്തി നേടാൻ കഴിയുമെന്നതിന്റെ സൂചന നൽകുകയാണ് R1. യൂണിറ്റെയർ റോബോട്ടിക്സ് ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് R1 ഔദ്യോഗികമായി പുറത്തിറക്കിയത്. തന്റെ കഴിവുകൾ പ്രകടിപ്പിക്കുന്ന വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ അതിവേഗം പ്രചരിപ്പിച്ചു. കൈകൂത്തി നിൽക്കാനും തുടർച്ചയായി ഇടിക്കാനും അതുപോലെ കിപ്പ പോലുള്ള സങ്കീർണമായ ജിംനാസ്റ്റിക് പ്രകടനങ്ങൾ നടത്താനും R1 സാധിക്കുന്നു. മലർന്നു കിടക്കുന്ന അവസ്ഥയിൽ നിന്നും കൈകൾ ഉപയോഗിക്കാതെ എഴുന്നേറ്റ് നിൽക്കാനും അതിന്റെ കഴിവ് റോബോട്ടിക്സ് ലോകത്ത് തന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. റോബോട്ടിക് ചലനശേഷിയിലും ബാലൻസിലും ഇതൊരു സുപ്രധാന കുതിച്ചുചാട്ടമായാണ് വിലയിരുത്തപ്പെടുന്നത്. ഏകദേശം 55 പൗണ്ട് ഭാരമുള്ള R1 26 ഫ്ലെക്സിബിൾ ജോയിന്റുകളും ഉണ്ട്. ഇതതിന്റെ ചടുലമായ ചലനങ്ങളെ സാധ്യമാക്കുന്നു. മനുഷ്യന്റെ ചലനങ്ങളെ അനുകരിക്കാൻ സഹായിക്കുന്ന ഈ ജോയിന്റുകൾ അതിന്റെ സങ്കീർണമായ കഴിവുകൾക്ക് പിന്നിലെ പ്രധാന ഘടകമാണ്. R1 തലയിൽ സജ്ജീകരിച്ചിട്ടുള്ള ബൈനോക്കുലർ ക്യാമറ സംവിധാനം അൾട്രാ വയലസ് ഏഞ്ചൽ വിഷ്വൽ പെർസെപ്ഷൻ നൽകുന്ന ഇത് ചിത്രങ്ങളെ തിരിച്ചറിയാൻ റോബോട്ടിക്സിന് സഹായിക്കുന്നു. കൂടാതെ ഒരു 4 മൈക്രോണുകൾ നിരശബ്ദങ്ങളെയും സംഭാഷണങ്ങളെയും തിരിച്ചറിയാൻ R1 പ്രഖ്യാപിതമാക്കി. ഈ മൾട്ടി മോഡൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസി സംയോജിതം R1 ചുറ്റുപാടുകളുമായി സംവാദിക്കാനും പഠിക്കാനും സഹായിക്കുന്നു. വിദ്യാഭ്യാസപരമായ ആവശ്യങ്ങൾക്കും ഗവേഷണങ്ങൾക്കും ഇത് കൂടുതൽ സാധ്യതകൾ തുറന്നു നൽകുന്നു. നിശബ്ദത നിർദ്ദേശങ്ങളിലൂടെയും റിമോട്ടിക് കൺട്രോൾ വഴിയും R1 നിയന്ത്രിക്കാൻ സാധിക്കും. കൂടാതെ പൈത്തൺ, ROS, കസ്റ്റം API എന്നിവ ഉപയോഗിച്ച് പ്രോഗ്രാം ചെയ്യാനും ഇതിന് കഴിയും. ഒരു സാധാരണ ചാർജിങ്ങിൽ ഏകദേശം 1 മണിക്കൂറോളം പ്രവർത്തിക്കാൻ R1 സാധിക്കും. കൂടുതൽ സമയം പ്രവർത്തിപ്പിക്കുന്നതിനായി ബഹു ഊർജ സ്രോതസ്സുകളും ഉപയോഗിക്കാം. 8 മൈക്രോൺ പ്രോസസ്സും GPU സപ്പോർട്ടുമുള്ള കമ്പ്യൂട്ടിംഗ് സംവിധാനമാണ് R1 പ്രവർത്തിപ്പിക്കുന്നത്. ചില വേരിയന്റുകളിൽ കൂടുതൽ ശക്തമായ AI പ്രകടനത്തിനായി നിവിഡ ജെറ്റ്സോൺ ഓറിയൻ മോഡലുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. R1 പ്രകടന വീഡിയോകൾ വൈറലായതോടെ സമൂഹ മാധ്യമങ്ങളിൽ ഈ റോബോട്ടിനെ കുറിച്ച് വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. റോബോട്ടിന്റെ വിലയും കഴിവുകളും പലരെയും അത്ഭുതപ്പെടുത്തി. ഈ റോബോട്ടിന് ദൈനംദിന ജോലികൾ ചെയ്യാൻ കഴിയുമോ? നായയെ നടക്കാൻ കൊണ്ടുപോകാനും കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണം നൽകാനും ഇതിന് കഴിയുമോ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ സാധാരണ ഉപഭോക്താക്കൾക്കിടയിൽ നിന്നും ഉയർന്നു വന്നു. മനുഷ്യന്റെ കൂടെ ജീവിക്കാനും ജോലികളിൽ സഹായിക്കാനും കഴിയുന്ന ഒരു റോബോട്ടിനെ കുറിച്ചുള്ള സ്വപ്നങ്ങൾ കൂടിയാണ് ഈ ചോദ്യങ്ങളിലൂടെ പ്രകടമാവുന്നത്. ഈ ചർച്ചകൾക്കിടയിൽ പലരും എലോൺ മസ്കിനെയും അദ്ദേഹത്തിന്റെ ടെക്സ് ഒപ്റ്റിമിസ്റ്റ് കമ്പനിയുടെയും ടാഗ് ചെയ്ത് മനുഷ്യരെ പോലെ 2 കാലുകളിൽ നിൽക്കുന്ന ജോലികൾ ചെയ്യാൻ കഴിവുള്ള ഹ്യൂമനോയിഡുകളാണ് ടെക്സ് വികസിപ്പിക്കുന്നത്. നിങ്ങൾ ഇപ്പോഴും മത്സര രംഗത്തുണ്ടോ? അടുത്ത വർഷം ഇവർ റോബോട്ടിനെ വിപണിയിൽ ഇറക്കുമ്പോൾ നിങ്ങൾ ഇനിയും കുറച്ച് വർഷങ്ങൾ കൂടി ലാബിൽ തുടരുമെന്ന് കരുതുന്നു എന്നിങ്ങനെയുള്ള അഭിപ്രായത്തിൽ ടെക്സയുടെ റോബോട്ടിക് വികസനത്തിന്റെ വേഗതയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർത്തി. മസ്കിന്റെ ടെക്സ്റ്റയ്ക്ക് പുറമെ US ആസ്ഥാനമായുള്ള പ്രമുഖ റോബോട്ടിക് സ്ഥാപനമായ ബോസ്റ്റൺ ഡൈനാമിക്സ് അവരുടെ അറ്റ്ലാന്റിക് റോബോട്ടുകളുമായി ഹ്യൂമനോയിഡ് റോബോട്ട് വിപണിയിൽ ശക്തമായ സാന്നിധ്യമാണ്. അറ്റ്ലാന്റിക് റോബോട്ടുകൾ അതിന്റെ അവിശ്വസനീയമായ ചലനശേഷിക്കും പാർക്കുകൾ പോലുള്ള അതിസങ്കീർണമായ പ്രകടനങ്ങൾക്കും പേരുകേട്ടവയാണ്. എന്നിരുന്നാലും അറ്റ്ലാന്റിക് റോബോട്ടുകൾ പ്രധാനമായി ഗവേഷണ ആവശ്യങ്ങൾക്കും വ്യോമസേന ഉപയോഗങ്ങൾക്കും വേണ്ടിയുള്ളവയാണ്. അവയുടെ വിലയും വളരെ ഉയർന്നതാണ്. $10,000 അല്ലെങ്കിൽ 86.5 ലക്ഷം രൂപയ്ക്ക്. അതേസമയം ടെക്സ്റ്റ ഒപ്റ്റിമിസ്റ്റ് ഭാവിയിൽ $20,000 മുതൽ $30,000 ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ സാഹചര്യത്തിൽ വെറും 5 ലക്ഷം രൂപയ്ക്ക് അത്യാധുനിക കഴിവുള്ള ഒരു മനുഷ്യരൂപമുള്ള റോബോട്ടിക് വിജയകരമായ വിപണിയിൽ എത്തിക്കാൻ യൂണിറ്റെയർ റോബോട്ടിക്സിന് കഴിഞ്ഞാൽ റോബോട്ടിക്സ് AI മത്സരത്തിൽ അത് ചൈനയ്ക്ക് ഒരു പ്രധാന നാഴികക്കല്ലായി മാറും. കുറഞ്ഞ വിലയ്ക്ക് കൂടുതൽ ആളുകളിലേക്ക് സാങ്കേതിക വിദ്യ എത്തിക്കുക എന്നത് ഈ മേഖലയിൽ വലിയൊരു വിടവ് നികത്താൻ സഹായിക്കും. നിലവിൽ യൂണിറ്റെയർ കൂടുതൽ വലുതും കൂടുതൽ ന്യൂനതവുമായ H1 എന്ന ഹ്യൂമനോയിഡ് റോബോട്ട് $900 മുകളിലാണ് വിൽക്കുന്നത്. ഇത് H1 ഉയർന്ന നിലവാരമുള്ള ഗവേഷണ വ്യാവസായിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നതാണ്. അതേസമയം $10,000 വിലയുള്ള യൂണിറ്റെയറുടെ പഴയ G1 ഹ്യൂമനോയിഡ് റോബോട്ട് ഗവേഷണശാലകളിലും സ്കൂളുകളിലും ഉപയോഗിച്ചതിന് പിന്നാലെ വലിയ പ്രസക്തി നേടിയിരുന്നു. ഇത് താങ്ങാനാവുന്ന വിലയിലുള്ള റോബോട്ടുകൾക്ക് വിപണിയിൽ എത്രത്തോളം സ്വീകാര്യത ലഭിക്കുമെന്നതിന്റെ ഉദാഹരണമാണ്. R1 വരവ് മനുഷ്യനോട് കൂടുതൽ അടുത്ത് ഇടപഴകാൻ കഴിയുന്ന റോബോട്ടുകളുടെ സാധ്യതകളെയാണ് തുറന്നു കാണിക്കുന്നത്. വാണിജ്യപരമായ ഉപയോക്താക്കൾക്ക് പുറമെ വീടുകളിലെ ജോലികൾ, വിദ്യാഭ്യാസം, വിനോദം, പ്രചരണം തുടങ്ങിയ മേഖലകളിൽ ഈ റോബോട്ടുകൾക്ക് വലിയ
സ്വാധീനം ചെലുത്തുവാൻ കഴിയും. കുറഞ്ഞ വിലയിൽ ലഭ്യമാകുന്ന റോബോട്ടുകൾക്ക് കൂടുതൽ ഗവേഷണങ്ങളെയും നവീകരണങ്ങളെയും പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കും. റോബോട്ടിക്സ് ഘടകങ്ങളുടെ വില കുറയുന്നത് AI സാങ്കേതിക വിദ്യയിലെ മുന്നേറ്റങ്ങളും ഇത്തരം താങ്ങാവുന്നതാവുന്ന റോബോട്ടുകളുടെ വികസനത്തിന് ആക്കം കൂട്ടുന്നു. ചൈനീസ് സർക്കാർ റോബോട്ടിക്സ് ഗവേഷണങ്ങൾക്കും വികസനത്തിന് വലിയ പിന്തുണ നൽകുന്നുണ്ട്. ഇത് യൂണിറ്റെയർ പോലുള്ള കമ്പനികൾക്ക് കൂടുതൽ മുന്നേറാനുള്ള സാഹചര്യം ഒരുക്കുന്നു. R1 പോലുള്ള റോബോട്ടുകൾ സാങ്കേതിക വിദ്യ സാധാരണ ജനങ്ങളിലേക്ക് കൂടുതൽ അടുപ്പിക്കും. ഇത് റോബോട്ടുകളെ കുറിച്ചുള്ള പൊതുബോധം മാറ്റുന്നു, അവയെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാക്കാനും സഹായിക്കും. R1ന്റെ വരവ് റോബോട്ടിക്സ് വ്യവസായത്തിലെ മത്സരത്തെ കൂടുതൽ തീവ്രമാക്കുമെന്നും ഭാവിയിൽ കൂടുതൽ ന്യൂനതവും താങ്ങാനാവുന്നതുമായ റോബോട്ടുകൾ വിപണിയിൽ എത്തുമെന്നും പ്രതീക്ഷിക്കാം. യൂണിറ്റെയർ റോബോട്ട്സിന്റെ ഈ പുതിയ കാൽവെപ്പ് റോബോട്ടിക്സ് രംഗത്ത് ഒരു വഴിത്തിരിവാകുമോ എന്നും കാത്തിരുന്ന് കാണാം.